അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളാകുന്ന നമുക്കൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് സമ്മേളിക്കുവാൻ സംയോജിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ നല്ല സാവകാശനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കും ഉള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട വാക്യം ഇതാണ്: എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുന്നില്ല. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എൻഎസും എംബ്രേസും മോശയോട് എതിർത്തുന്നത് പോലെ ഇവർ സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ സത്യത്തിൽ വളരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ, ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു വാക്യം നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. പരിജ്ഞാനത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ വളരുന്നില്ലെങ്കിൽ അവർ സത്യത്തോട് എതിർത്ത് നിൽക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മളൊരു ചർച്ചിനകത്ത് കർത്താവിനെ ആരാധിക്കുന്നു, നമ്മുടെ വീട്ടിലുള്ള കാര്യാദികളെല്ലാം നന്നായി നടക്കുന്നു, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ ആൾക്കാരുടെ ചിന്ത നമ്മൾ ക്ലിയറായിട്ട് പോവുകയാണെന്നുള്ളതാണ് നമ്മുടെ ആൾക്കാരുടെ, നല്ലൊരു കൂട്ടം ആളുകളുടെ ചിന്ത. എന്നാൽ നിങ്ങൾ ദൈവപരിജ്ഞാനത്തിൽ, ദൈവിക വെളിപ്പാടിൽ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവിക സത്യത്തോട് നിങ്ങൾ എതിർത്ത് നിൽക്കുകയാണ് എന്ന് ഇന്ന് രാവിലെ അറിയണം. അപ്പോൾ പൗലോസ് അതിനുവേണ്ടി എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞത്, നിങ്ങൾ സത്യം സംസാരിക്കണം. സത്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമാണ്, സ്നേഹത്തിൽ നിങ്ങൾ സത്യം സംസാരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുന്നത്. ക്രിസ്തു ആരാണ്? ക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതിയാണ്. ആ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ ക്രിസ്തുവിൻ്റെ മേലുള്ള അനുഗ്രഹം നിവർത്തിക്കപ്പെടുവാനാണ് അവൻ സഭയായി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നാം ഒരുമിച്ചാണ് ക്രിസ്തു എന്ന തലയോളം വളരുന്നത്. അപ്പം ആ വളർച്ചയ്ക്ക് നമ്മുടെ മേൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെയാണ്. നമ്മളത് പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ മാക്കിയിട്ടെന്ന് വിചാരിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയവൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വെളിയാളുടെ ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ചില മിനിറ്റുകൾ പ്രാരംഭത്തിൽ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുന്ന എല്ലാവരും നിങ്ങളുടെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ വീട്ടിനകത്ത് ഇരുന്നാൽ നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോകും. സാരമില്ല, ഇനി അങ്ങനെ നിങ്ങൾ കൂടുന്നതിനായിട്ട് സ്തോത്രം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഉറങ്ങിപ്പോകാതെ, മയങ്ങിപ്പോകാതെ സ്ഫുടമായിട്ട് നിങ്ങൾ അന്യഭാഷ സംസാരിക്കണം. നിങ്ങൾ ഈ രാവിലെ ത്രിയേകനായ ദൈവത്തെ മാത്രം ധ്യാനിക്കുക. ആ ത്രിയേകനായ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിലൂടെ നിങ്ങൾക്കിപ്പോൾ പിതാവിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ അത് മാത്രം ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പോകുന്നത്. പ്രാർത്ഥന മറ്റൊന്നുമല്ല, കർത്താവേ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞങ്ങൾക്ക് വളരണം. അങ്ങയുടെ വെളിയാളുടെ ആശ ഞങ്ങൾക്ക് തിരിച്ചറിയണം. വിശുദ്ധന്മാർ വ്യാപരിക്കുന്ന മഹത്വത്തിൻ്റെ, ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരം ഞങ്ങൾക്ക് തിരിച്ചറിയണം. മഹിമാതനെ ഞങ്ങൾക്ക് തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ദൈവിക ട്രൂത്തുകൾ മാത്രം ധ്യാനിച്ചുകൊണ്ട് മനസ്സിനകത്ത് മറ്റ് വിഷമങ്ങളോ ഭാരങ്ങളോ ഒന്നും വേണ്ട. രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ക്ലിയറാണ്. അർദ്ധരാത്രി എഴുന്നേറ്റിരിക്കുന്നവരെ മനസ്സ് ക്ലിയറാണ്. മറ്റ് യാതൊന്നും നിങ്ങളുടെ മനസ്സിലില്ല. ഇപ്പം മറ്റൊന്നും കൊണ്ടുവരരുത്. മക്കളുടെ കാര്യവും വീട്ടുകാരും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒടുവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ചില മിനിറ്റുകൾ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ചില മിനിറ്റുകൾ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിച്ചു. റാം ദൽഖാനകന റബം ദലാബിന പ്രൗഷബന അടകശസ്കനാദിനാദന അംദൽ ഘടകദന വൈഡൽ ഘടാതിരാദന പ്രൗഷബന ഗദുരബന ഘടകദനം പ്രപഞ്ചന വൈഡ പ്രൗഢബന അട്ടസ്കനാദിരാദന. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ഞങ്ങൾക്ക് എത്തണം. റംദൽ ഘടകദന, ആ വെളിപ്പാടിന്റെ ആത്മാവിൽ ഞങ്ങൾക്ക് വളരണം. പ്രൗഷബന ഹട്ടസ്കനാദിരാദന റബം തരാബിനി പ്രൗഷബന ഘടകദനം
പ്രജാപതി അദുരബന ഹഷസ്കനാദിരാധന പ്രൗഢബന ഹദുരിബിനി ഘടകദനം അന്തര രിപപ്രൗഷബന ഹട്ടസ്കനാദിരാധന പ്രൗഢബന ഘടകദന വൈഡ പ്രൗഢബന ഘടകദനം നിബന്ധന ജഗട്ടസ്കനീതിരി പ്രൗഢബന ഹട്ടസ്കനാദിരാധന പ്രൗഢബന ഹദുരിജനിഗദനഗദന പ്രൗഢബന ഹട്ടസ്കനാദിരാധന ഷസ്കനാദിന പരിശുദ്ധാത്മാവേ അങ്ങനെ ഒരു ആത്മതലമകളുടെ മക്കളുടെ മേൽ തുറക്കണമേ. ശബാന ഹട്ടസ്കനീതിരി പ്രൗഢബന ഹർഷസ്കനാദിനം ലീബ റബട്ടസ്കനെ ലിബജ്ജദാന ഹട്ടസ്കനീതിരി പ്രൗഢബന ഹർഷസ്കനാദിനാദന പ്രൗഢബന അന്തരാദിന പ്രൗഢബന ഹട്ടസ്കനീതിരി പ്രൗഢബന ജഗത്തുരാദനാനക പ്രൗഷബന ഹത്തുരിബിനി അടകഷസ്കന അടഗച്ചന വൈഡെ റിബാന ലേക്തു റീബ ആട്ടസ്കിനെ ലിത്തൽ റബന റിബഞ്ചദ വൈഡ ഘടകദിനി വേദ പ്രൗഷബന അത്തൽ കനാദിന വൈഡ ഘടേതിരി പ്രൗഷബന ഹർഷസ്കനീബിനി പ്രൗഢബനം ലിബബവര പ്രൗഷബന ഹദുരബന ഘടകദന ഹത്തുരാബന അരഘടകദന ശസ്കനാലിക പ്രൗഢബന ഘടകജന ഹദുരിബിനി ഘടകദനം വൈഡ പ്രൗഢബന ഹട്ടസ്കനാദിനാദന പ്രൗഢബന ഘടകദന വൈഷ പ്രൗഢബന ഘടകദന വൈഡൽ ഘടകദനം ശസ്കനാദിരാധന പ്രൗഢബന ഘടകദന വൈഡ പ്രൗഢബന ഹദുരബനി ഘടകദന ഹട്ടസ്കനാദിരാധന പ്രൗഢബന ഘടകജന ശസ്കനാലിക പ്രൗഢബന ഹടക ശസ്കനാദിനം
എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാനൊരു പ്രാവശ്യം അറിയിക്കുന്നു. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനിടയിൽ വന്നവരുണ്ട്, അവർക്ക് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നലെ നമ്മൾ നിർത്തിയത് യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം യഹൂദന്മാരുടെ പുസ്തകമാണെന്നും പഴയ നിയമമാണെന്നൊക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. മണ്ടത്തരമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. അത് ദൈവമക്കളായ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതികളോടുള്ള വാക്തത്വമാണ്. അത് ഇസ്രായേൽ മക്കൾ, ഇപ്പോൾ നമ്മളാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ. അത് തിരുവചനം അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇനി ബാക്ക്ഗ്രൗണ്ട് പറയാൻ പോയ സമയം പോകുന്നത് കൊണ്ട് ഇന്നലെ നിർത്തിയ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. 61 യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായത്തിൻ്റെ 4 വാക്യം. ഒരാളൊന്ന് വായിക്കാമോ ഈ വാക്യം മലയാളത്തിൽ? അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഇവിടെ പ്രവാചകനാകുന്ന യെശയ്യാവ് നമ്മൾ ഇന്നലെ കണ്ടതാണ് കേട്ടോ, 1, 2, 3 വാക്യങ്ങൾ. ഇത് ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ നസറത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പ്രഥമ പ്രഭാഷണത്തിൽ ലൂക്കോസ് 4:18 കർത്താവ് ഈ വാക്യങ്ങളാണ് എടുത്ത് ഉദ്ധരിച്ചത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടെ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇതിന് ഇവിടെ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ കാറ്റഗറി ഞാനൊന്ന് പറയുന്നു. 1, ഹൃദയം തകർന്നവർ. 2, തടവുകാർ. 3, ബദ്ധന്മാർ. 4, ദുഃഖിതന്മാർ. 5, വിഷണ്ണ മനസ്സനുഭവിക്കുന്നവർ. ഇങ്ങനെയുള്ള ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് 3 വാക്യത്തിൻ്റെ 2 വാക്യം അവർക്ക് സ്തുതി എന്ന മേലാട കൊടുപ്പാൻ. കാരണം അപ്പോൾ ഇവരെ മുഴുവൻ മാറ്റാനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ. അപ്പോൾ അഭിഷേകം ഒരു വ്യക്തിയിൽ ചലിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയിൽ നിന്ന് ഹൃദയം തകർന്നവരുടെ മുറിവുകൾ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങളുടെ അകത്തി അഭിഷേകം ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. 2, തടവുകാർ, ബദ്ധന്മാർ. ആദാമ്യ പാപത്താൽ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി, ദൈവത്തിൻ്റെ രാജാക്കന്മാരായി വാഴേണ്ട മാനവകുലത്തെ
ഇരുട്ടിന്റെ അധികാരിയായ പിശാച് ജഡത്തിലും സ്വയത്തിലും കെട്ടിവെച്ച് അവന്റെ രാജ്യത്തിന്റെ ശക്തി കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കി പാപത്തിലേക്കും പാപസ്വഭാവങ്ങളിലേക്കും ദുർചിന്തകളിലേക്കും നടത്തി മനുഷ്യന്റെ എല്ലാ മേഖലകളെയും അവൻ കെട്ടിയിട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചിരിക്കുന്നത് തടവുകാർക്ക് വിടുതൽ കൊടുക്കുവാനാണ്, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ്. താഴെ അവർക്ക് പ്രസാദ വർഷം, യോബേൽ സംവത്സരം, നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങളുടെ തലമുറകൾ ഇങ്ങനെ പോകില്ല. ദുഃഖിതന്മാർക്ക് ആശ്വാസം. അടുത്ത, ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. ആനന്ദ തൈലത്താലുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ തുറക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്റെ മേൽ അഭിഷേകമുണ്ട്. എന്താ ഒന്നാം വാക്യം? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ വന്ന് നിങ്ങളോട് സദ്വർത്തമാനം ഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം അഭിഷേകമായി മാറും. നിങ്ങളുടെ ദുഃഖം അഭിഷേകമായി മാറും. നിങ്ങളുടെ ദുഃഖത്തെ അഭിഷേകമാക്കുന്നതാണ് എന്റെ മേലുള്ള അഭിഷേകം. അപ്പോൾ ഒരാളുടെ മേൽ ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകം ഒരു വ്യക്തി തുറക്കുമ്പോൾ, ഒരു വ്യക്തിയിലൂടെ അഭിഷേകം തുറക്കുമ്പോൾ അടുത്ത ദുഃഖത്തിലിരിക്കുന്നവൻ അഭിഷേകമായി മാറുകയാണ്. നിങ്ങളെ പദം ശ്രദ്ധിച്ചോ? ദുഃഖത്തിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദതൈലം, ദുഃഖത്തിന് പകരം ആനന്ദതൈലം. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട കൊടുപ്പാൻ അവനെ അയച്ചിരിക്കുന്നു. മൂന്നാം വാക്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവൻ മഹത്വപ്പെടുന്നവന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അപ്പോൾ എന്നെ അയച്ച പിതാവ് മഹത്വപ്പെടുന്നത് എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ നിങ്ങൾ ചേഞ്ച് ആകുമ്പോഴാണ്. നിങ്ങൾ എന്താ ചേഞ്ച് ആകുന്നത്? നിങ്ങളുടെ മുറിവുകൾ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ പുറത്തു വരും, നിങ്ങളുടെ കുടുംബം പുറത്തു വരും, നിങ്ങളുടെ തലമുറകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ജഡത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവിക പ്രസാദ വർഷം ദൈവാത്മാ തുറക്കും. നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഇതെല്ലാം അഭിഷേകത്തിന്റെ ലക്ഷണമാണ്. ഇതെന്തിനാണെന്നറിയാമോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനല്ല, നിങ്ങളെ നീതി വൃക്ഷങ്ങളാക്കി മാറ്റാനാണ്, നിങ്ങളെ യഹോവയുടെ നടുതലയാക്കി മാറ്റാനാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഒറ്റ മിനിറ്റ് മൈ കൺമുട്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു അഭിഷേകം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു അഭിഷേകം നിങ്ങളെ തൊടാൻ പോകുന്നു. അല്ല, നിങ്ങൾ വ്യാപരിക്കുന്ന അഭിഷേകം ജനത്തെ ഇങ്ങനെ തൊടാൻ പോകുന്നു. ഷാഭ ലംദൽ ഘടകദിന പ്രൗഷസ്കനാദിന പ്രാർത്ഥിച്ചോ. മൈക്കിലെല്ലാം മൺമുട്ടി പ്രാർത്ഥിച്ചോ. ഷാദൽ ഘടകദിന, നിങ്ങളിൽ ഈ അഭിഷേകം ഉണ്ട്. നിങ്ങളിൽ ഈ അഭിഷേകം ഉണ്ട്. ഇത് തുറക്കും. ഷാഭ ഹത്തുരാധന പ്രൗഷവന ഘടകദിനം. അഭിഷേകം നഗര മുഖങ്ങളെ തകർക്കുമല്ലോ. അതിശീതല അഭിഷേകം മനസ്സുകള് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് കൊണ്ട് ഞങ്ങളെ നിറക്കണം. അത് സ്പിരിറ്റ് ഓഫ് മോർണിംഗ് അല്ല അപ്പച്ച. ദൈവത്തിന്റെ വിശ്വാസം
ഘടകതന വൈശസ്കനാദിന പ്രൗഢമന ഘടകതന ഹർഷസ്കനാദിനാദന ഷഹസ്കനാദിനാരക പ്രൗഢമന ഘടകതന ഹത്തുരാധനാര ഘടകതന വൈഡ പ്രൗഢമന ഘടകതനം അബ്രഹാമും സാറയും കർത്താവേ പോലെ അത് സ്ഥിതില മലാശില കാര്യ സ്ഥിതിലു ഗരിബജിത ഗരിബദിജരെ അതിലു ഗരിബദിസതിലു ഗരിബദിസതിലു ഗരിബബബബ ഞാൻ ഒരു വചനം ധ്യാനിച്ചിട്ട് കുറച്ചു നേരം ആ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കൂടുതലും അവലംബിക്കാറ്. ഒരു വചനം എൻ്റെ അകത്ത് പ്രകാശിതമായാൽ ആ വചനം തന്നെ ധ്യാനിച്ച് കുറേ നേരം അത് ധ്യാനിച്ച് അത് പ്രഖ്യാപിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മൈക്ക് ഓൺ ചെയ്യുന്നില്ല. വീഡിയോ ആരും ഓൺ ചെയ്യണ്ട കേട്ടോ, രാവിലെ ആരും ഓൺ ചെയ്യണ്ട. അപ്പം നിങ്ങളിരുന്ന് ചിലരിങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോകുമോ എന്ന ചിന്തയിലാണ് ഞാൻ വേഗം വേഗം അടുത്ത വാക്യങ്ങളിലേക്ക് പോകുന്നത്. കുറേ നേരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം, എനിക്കറിയാം, അർദ്ധരാത്രിയിൽ കൊച്ചു വെളുപ്പം കാലത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഓക്കെ, ഇവിടെ ഒറ്റ പദം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്നത് പോയി. മൂന്നാമത്തെ വാക്യം, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമലയും. ഈ പദം ഒന്ന് നിങ്ങൾക്ക് പറയാമോ? ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞ എല്ലാവരും. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. ദുഃഖത്തിന് പകരം പറഞ്ഞു, ആ പദം ഒന്ന് പറഞ്ഞു. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. ആനന്ദ തൈലം. അപ്പം ഒരു വ്യക്തിയിൽ ദൈവാഭിഷേകം തുറക്കുമ്പോൾ അടുത്ത വ്യക്തിയിലേക്ക് വ്യാപരിക്കുന്നതാണ് ആനന്ദ തൈലം. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. കേട്ടോ. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അടുത്തൊരു പദം കൂടെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ. ഇനി ഈ വാക്യം ഒന്ന് വായിച്ചേ. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദേഷിച്ചിരിക്കൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവം കൂട്ടുകാരിൽ പരമായി നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല. എല്ലാവരും കൂടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നിന്റെ ദൈവം കൂട്ടുകാരിൽ പരമായി നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് ആരിൽ നിവർത്തിക്കപ്പെട്ടതാണ്? ഇത് യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടതാണ്. കണ്ടോ? നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദേഷിച്ചിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട്. ക്രിസ്തുവിന്റെ മേലുള്ള അഭിഷേകം ആനന്ദ തൈലത്തിന്റെ അഭിഷേകമാണ്. ഇത് നിങ്ങളുടെ അകത്ത് പതിയാനാ ഞാനൊരു ആമയം പറഞ്ഞത്. നിങ്ങളുടെ അകത്ത് മാത്രമല്ല, എന്റെ അകത്തും പതിയണം. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവരെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശബനഘടകത്തിന് ആ അഭിഷേകം ഇപ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്നു. നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം ആനന്ദ തൈലത്തിന്റെ അഭിഷേകമാണ്. അതങ്ങനെ പറ. എന്റെ അകത്തിരിക്കുന്ന അഭിഷേകം ആനന്ദ തൈലത്തിന്റെ അഭിഷേകമാണ്. അത് ദുഃഖത്തിന് പകരമാണ്. അത് ദുഃഖത്തിന് പകരമാണ്. അത് ദുഃഖത്തിന് പകരമാണ്. ദുഃഖത്തിന് പകരം ആനന്ദ തൈലത്തുള്ള അഭിഷേകം. ഇനി ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെ റീപ്ലേസ് ചെയ്യുന്നത് ആനന്ദ തൈലത്താലുള്ള അഭിഷേകത്താലാണ്. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? ദുഃഖം മാറുന്നത് എങ്ങനെയാ? ദുഃഖം ഉണ്ടാക്കിയ വിഷയം മാറിപ്പോകുമ്പോൾ, നമ്മളെ ദുഃഖിപ്പിച്ചവർക്ക് രണ്ട് കിട്ടുമ്പോൾ, കർത്താവേ നീ അവരോട് ഇടപെടണമേ, നീ അവരെ നിലത്തിട്ടടിക്കണമേ. അല്ല, നിങ്ങളുടെ ദുഃഖത്തിന് ദൈവം വച്ചിരിക്കുന്ന ട്രീറ്റ്മെന്റ് നിങ്ങളെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുകയാണ്. ഞാൻ വിചാരിച്ചു ആരിലും ഒരു ആമയം പറയായിരിക്കുന്നു. സാരമില്ല, കുഴപ്പമില്ല. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ? കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ വേറെ സൗണ്ടുകളില്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ശ്രദ്ധിക്കൂ. അത് ഞാൻ ഈ രാവിലെ ആയതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി എങ്ങനെ പറയുന്നത്. എനിക്ക് എന്തായാലും ഒരു കൃപ ലഭിച്ചു. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട്
2 മണിക്കൂറിൽ കൂടെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല രാത്രി. നിങ്ങളോട് ഇന്നലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സാധാരണ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാത്തതാണ്. ഇന്നലെ രാത്രി 5-5.5 മണിക്കൂർ ഉറങ്ങി. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം. സ്തോത്രം. അപ്പം പ്രാർത്ഥിച്ചവർക്ക് സ്തോത്രം. ഓക്കെ, ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഉറക്കവും കിട്ടി. സ്തോത്രം. ഓക്കെ, പോട്ടെ, തിരിച്ചു വരികയാണ്. അപ്പോൾ എന്റെ ചോദ്യം, ദുഃഖത്തിന് പകരമാണ് ആനന്ദതൈലം അല്ലേ? ശരിയായോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ മേൽ ആനന്ദതൈലം ഉണ്ടായിരുന്നോ? യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത ആനന്ദതൈലത്താലാണോ? അതെ. അപ്പോൾ യേശുക്രിസ്തുവിന് ദുഃഖം ഉണ്ടായിരുന്നോ? രണ്ടു പക്ഷമായി. യേശുക്രിസ്തുവിന് ദുഃഖം ഉണ്ടായിരുന്നോ? ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? യേശുക്രിസ്തുവിന് ദുഃഖം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ദുഃഖം എന്തിനാണ്? യേശുവിന്റെ ദുഃഖം എന്തിനാണ്? യേശുക്രിസ്തുവിന് ദുഃഖം ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഒരു വാക്യം എവിടെയാ? എങ്ങനെയാണ് ഫ്രേസ് കിടക്കുന്നത്? ആരെങ്കിലും ഒരാൾ പറയാൻ നോക്കട്ടെ. ചില നിങ്ങള് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, യേശുവിന് ദുഃഖം ഉണ്ടായിരുന്നു. യേശുവിന് ദുഃഖം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശു ദുഃഖപുത്രനായിരുന്നു എന്ന് പറയുന്ന കൃത്യമായി പറയുന്ന ഒരു വാക്യം ബൈബിളുണ്ട്. അതിപ്പോ പറഞ്ഞ ആൾക്ക് രാവിലെ സമ്മാനമാണ്. എന്റെ കർത്താവേ, അപ്പൊ ഇനി ഞാൻ നാളെ തൊട്ട് ഞാൻ ലീഡ് ചെയ്യുന്നില്ല. ശാലോമിലെ ആളുകൾ വളർച്ച നോക്ക്. യെശയ്യാവിലെ പുസ്തകം 53-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം വായിക്കണം കേട്ടോ. എല്ലാവരും ബൈബിൾ കഴിയുന്നവരൊക്കെ നിങ്ങൾ ബൈബിളൊക്കെ എന്താ പറയുക, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് വായിച്ചോ കേട്ടോ. ഞാൻ ഇട്ട് തരാം. എന്തായാലും നമ്മൾ കച്ച കെട്ടി ഇറങ്ങി ഒരു ഉണർവുണ്ടാക്കിയേ പറ്റുള്ളൂ. ദൈവം വായിക്കുന്ന ഉണർവ് വേണ്ടി നിന്നേ പറ്റുള്ളൂ. വായിച്ച് അവൻ ഇത് യേശുവിൽ നിവർത്തിക്കപ്പെട്ടതല്ലേ? ഇത് യേശുവിൽ നിവർത്തിക്കപ്പെട്ടതല്ലേ? അതെ. ഇനി നിങ്ങൾ വായിച്ചു നോക്കി. ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ഒരാൾ വായിച്ചു നോക്കി. മലയാളത്തിൽ നമുക്ക് അവിടെ ദുഃഖപുത്രൻ എന്ന് കാണില്ല, മലയാളത്തിൽ നമുക്ക് അവിടെ വ്യസനപാത്രം എന്ന് കാണാം. ഹീസ് വായിച്ചോ? ഒരാൾ വായിക്കും. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും, അല്ലെ തന്നെ മനസ്സിലാകുന്നില്ല. ഒരാൾ വായിച്ചോ? ആരൊരാൾ വായിക്കുന്നേ? സ്ഫുടമായി വായിക്കുന്ന ഒരാൾ വായിക്കുക. സ്ഫുടമായി വായിക്കുന്ന ഒരാൾ വായിക്കുക. വായിച്ചോ? ആരൊരാൾ വായിച്ചോ? വീണു സിസ്റ്റർ ആണോ വായിച്ചത്? ആരിലും ഒരാൾ സ്ഫുടമായി വായിക്കുന്ന ഒരാൾ വായിച്ചോ? He is despised and rejected of man, a man of sorrows. മതി. A man of sorrows. അപ്പൊ ദുഃഖം അനുഭവിക്കുകയല്ല. അതിന്റെ അർത്ഥം എന്താ? ദുഃഖത്തിന്റെ പുത്രൻ എന്നാണോ അതിന്റെ അർത്ഥം? Man of sorrows അങ്ങനെ ആകാം പാസ്റ്റർ. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ, കൃത്യമായി പറഞ്ഞേ. ഞാൻ എന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞതാ. സങ്കടം അനുഭവിക്കുന്ന വ്യക്തി. കണ്ടോ? ദുഃഖപുത്രൻ അല്ലെങ്കിൽ സങ്കടം അനുഭവിക്കുന്നവൻ. അപ്പോൾ യേശുക്രിസ്തു സങ്കടം അനുഭവിച്ചത് എന്ന് തൊട്ട് എന്ന് വരെയാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഏറ്റവും അധികം സങ്കടം അനുഭവിച്ചപ്പോഴാണ്? പറഞ്ഞോ, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. വരട്ടെ. എപ്പോഴാണ്? ഗെത്സമനയിൽ, കാൽവറിയിൽ, വിസ്താരവേളയിൽ അവനെ അപമാനിച്ചപ്പോൾ, അവനെ അവഹേളിച്ചപ്പോൾ അവൻ ദുഃഖപുത്രനായി. അർത്ഥാൽ ഏകദേശം 33 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് യേശുവിന്റെ മേൽ ഈ വലിയ ദുഃഖം അല്ലെങ്കിൽ ദുഃഖപുത്രനായിട്ട് അവൻ മാറിയത്. എന്നാൽ അഭിഷേകം എപ്പോഴാണ് അവന്റെ മേൽ വീണത്? പറഞ്ഞോ? യോർദാന്റെ കടവിൽ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ അവന്റെ മേൽ എന്ത് വീണു? അഭിഷേകം വീണു. അപ്പം ദുഃഖം അനുഭവിക്കുന്നവന് എത്ര വർഷം മുമ്പ് അവന്റെ മേൽ അഭിഷേകം വീണു? 3 വർഷം മുമ്പ്. അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ജയിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മേൽ അവൻ അഭിഷേക തൈലിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന ഈ അഭിഷേകം നിങ്ങൾ അനുഭവിക്കുന്നവനെ ജയിക്കാനുള്ളതാണോ? അതെ. അഭിഷേകം ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
ആമേൻ ആമേൻ അഭിഷേകം നിങ്ങളുടെ മുമ്പിൽ രോഗികളെ സൗഖ്യമാക്കുന്നു, ആക്കട്ടെ. വിടുതലുകൾ മടക്കട്ടെ. ജനത്തെ പണിയട്ടെ. അഭിഷേകത്തിന്റെ ലക്ഷണമാണ് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞത് മുഴുവൻ. അഭിഷേകം തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുന്നു, തടവുകാർക്ക് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നു, കുരുട്ടുകണ്ണുകളെ തുറക്കുന്നു, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് സ്തുതി എന്ന മേലാട കൊടുക്കുന്നു. പക്ഷേ അഭിഷേകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അഭിഷേകം ഞാനെന്ന വ്യക്തി അനുഭവിക്കേണ്ട ദുഃഖങ്ങൾ ദൈവഹിത പ്രകാരം ഞാൻ കടന്നു പോകുന്ന ദൈവിക ലക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്ന യാത്രയിൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ ഞാൻ ജയിക്കുന്നത് എന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്താലാണ്. അങ്ങനൊരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ജയമാക്കി മാറ്റുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ തുറക്കുന്നുണ്ടോ? അപ്പൊ ആദ്യം നിങ്ങൾ ഈ അഭിഷേകത്താൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ജയിക്കുകയല്ലേ വേണ്ടത്? ഷാദനാദിന അങ്ങനെ ഉറപ്പുള്ളവരെന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ ഉറപ്പുള്ളവർ, ഇങ്ങനൊരു അഭിഷേകം എന്റെ മേലുണ്ട്. ദൈവം എന്നെ ഏത് അവസ്ഥ കൂടെ കടത്തിവിട്ടാലും ഞാൻ അതിന്റെ നടുവിൽ ഞാൻ ജയാളിയാകും. ഒന്ന് വായിക്കുകയെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ശബൽ കടക ഇന്ന് രാവിലെ അത് തുറന്നു വരട്ടെ. ഇന്ന് രാവിലെ അത് തുറന്നു വരട്ടെ. ഇതൊക്കെ തുറക്കുമ്പോഴുണ്ട് സകല വേദനകളും മാറിപ്പോകും. അവൻ ദുഃഖപുത്രനായിരുന്നു, അവൻ ദുഃഖങ്ങൾ വഹിച്ചവനായിരുന്നു, അവൻ ഭാരങ്ങൾ ചുമന്നവനായിരുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു, അവൻ നിന്ന വഹിച്ചവനായിരുന്നു. ശാബന, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനായിരുന്നു. ദൈവിക ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ദുഃഖമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഇതിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അവരെ വിടാതെ പിന്തുടരുന്ന വ്യസനത്തെ, അവരെ വിടാതെ പിന്തുടരുന്ന നിന്ദകളെ സഹിക്കുവാനായിട്ട് ഇന്ന് പകൽ അവരെ മേലുള്ള അഭിഷേകത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, അഭിഷേകത്തെ കുറിച്ചുള്ള വെളിപ്പാട്, അഭിഷേകത്തെ കുറിച്ചുള്ള ജ്ഞാനം ഇപ്പോൾ തുറക്കുകയാണ്. ശാപ ചിലതിനെ നീ ശാസിച്ചാൽ പോകാത്തത് അത് സഹിപ്പാൻ നിന്റെ മേൽ അവൻ കരുത്ത് പകരുന്നത് കൊണ്ടാണ്. കരുത്ത് തരുന്നവൻ ഇവിടെ ഉണ്ട് കേട്ടോ, കരുത്ത് പകരുന്നവൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആ കരുത്തുമിന്റെ മേൽ ഇന്ന് രാവിലെ അഭിഷേകമായി ഇറങ്ങുന്നു. ശാപ റബപ്രൗഢമന, ആ അഭിഷേകം, ആ കരുത്ത് നീ അനുഭവിക്കുന്നവനെ അതിജീവിക്കുന്ന, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ജയിപ്പിക്കുന്ന, നീ കടന്നു പോകുന്നവനെ ജയിപ്പിക്കുന്ന, നീ കടന്നു പോകുന്നവനെ അതിജീവിപ്പിക്കുന്ന. ശാപ അന്തല റിവപ്രൗഷമന ഹംദൽ ഘടകദന റിബംബവാനിക പ്രൗഢമന ഘടകദനം. ഓ ശബന ഘടകദന. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മേലെ തലങ്ങൾ ദൈവം തുറക്കും. ശബന ഘടകദിരിബിനി ഘടകദന വൈഡ പ്രൗഢമന ഘടകദന ശസ്കന റിബംബവാനിക പ്രൗഢമന ഘടക. ദുഃഖപാത്രങ്ങളായി ശബൽ ഘടകമനെ നിങ്ങൾ കടന്നു പോകുന്നവരെ ജയിക്കുവാനായി നിങ്ങളുടെ മേലിപ്പോൾ ആനന്ദ തൈലം അവൻ നേരത്തെ പകർന്നിട്ടുള്ളത് നിങ്ങളുടെ അകത്ത് തുറന്നു വരികയാണ്. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുക. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവർ ചാറ്റ് ചെയ്യുക. ചാറ്റിനകത്ത് ദൈവത്തിന് നന്ദി കൊടുക്കുക. ഒരുമിച്ച് ആരാധന ഉയരട്ടെ, ഒരുമിച്ച് മഹിമ ഉയരട്ടെ, ഒരുമിച്ച് സ്തോത്രം ഉയരട്ടെ, ഒരുമിച്ച് മഹിമ ഉയരട്ടെ. എന്റെ ജീവിതത്തിൽ അവൻ അനുവദിക്കാത്ത ഒന്നുമില്ല. തുറക്കുന്നു കേട്ടോ, തുറക്കുന്നു. എന്റെ അകത്ത് കിടക്കുന്നത് എന്താണെന്നുള്ള വെളിപ്പാട് എന്റെ അകത്ത് വരുന്നു. അമ്പൽ ഘടകദിന വേദ പ്രൗഢമന ഘടകദിന ശസ്കനാദിന പ്രൗഢമന ഘടകദിന അമ്പൽ ഘടകദിന വൈശ്യ പ്രൗഢമന ഘടകദിന അമ്പൽ ഘടകദിന വൈശ്യ പ്രൗഢമന ഘടകദിന അമ്പൽ ഘടകദിന വൈശ്യ പ്രൗഢമന ഘടകദിന അമ്പൽ ഘടകദിന ഗതുരി പ്രൗഷമന ഘടകദിന അമ്പൽ ഘടകദിന വൈശ്യ പ്രൗഢമന ഘടകദിനം.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറുന്നുണ്ടോ? ദൈവം അറിയാത്ത ഒരു ദുഃഖം നിങ്ങളുടെ ജീവിതത്തിലില്ല. ഏതൊരു ദുഃഖത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മേൽ എന്നോ ദൈവാത്മാവിട്ട അഭിഷേകം നിങ്ങളെ ആ ദുഃഖത്തെ ജയിപ്പിക്കുവാൻ, അതിനെ അതിജീവിപ്പിക്കുവാൻ ദൈവം നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്താൽ നിങ്ങൾ അതിനെ ജയിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെ നിങ്ങൾ അഭിഷേകത്താൽ ജയിക്കുമ്പോൾ, നിങ്ങൾ അനുഭവിച്ച ആ അനുഭവത്തിലൂടെ കടന്നുപോയത് നിമിത്തം നിങ്ങൾ അനുഭവിച്ച പ്രയത്നം അവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളിൽ ദുഃഖം ഉണ്ടാക്കുന്നു. ആ ദുഃഖത്തെ എടുത്തു മാറ്റുന്നത്, ദുഃഖത്തിന് പകരമാണ് ആനന്ദതൈലം. അപ്പൊ ആനന്ദതൈലത്താൽ നിങ്ങൾ സാഹചര്യങ്ങളെ ജയിച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ നിങ്ങൾ അനുഭവിക്കുന്നതിനെ ബൈബിൾ പറയുന്നു പ്രയത്നമെന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ഒരാമ്യം പറയാമെങ്കിൽ പറഞ്ഞോ. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. ഒന്നമായി കൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു നോക്കി. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് ഒന്ന് പറഞ്ഞു കേട്ടോ. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. നമ്മൾ നീതീകരിക്കപ്പെട്ടത് അവന്റെ പരിജ്ഞാനത്താലാണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടത് അവന്റെ പ്രയത്ന ഫലത്താലാണ്. എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇതിനെല്ലാം തിരുവചനത്തിനകത്ത് തുറന്നു വെച്ചിരിക്കുന്നത്. പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ഞാൻ നീതീകരിക്കപ്പെട്ടത് എന്റെ പ്രയത്നത്താലല്ല, എന്റെ പ്രവൃത്തിയാലല്ല, അവന്റെ പരിജ്ഞാനത്താലാണ്, അവന്റെ പ്രയത്ന ഫലത്താലാണ്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ അകത്ത് ഇന്ന് രാവിലെ ഇത് വെളിപ്പാടാക്കി കൊടുക്കണമേ. അവന്റെ പ്രയത്ന ഫലത്താൽ, അവന്റെ പരിജ്ഞാനത്താൽ അങ്ങ് ഞങ്ങളെ നീതീകരിച്ചല്ലോ. ശംബലാതിരാധനാദക പ്രൗഢവന ഘടകതനാര ഘടകതന വൈശ പ്രൗഢവന ഘടകതനം ഫലത്താലാണ് കർത്താവേ ആനന്ദതൈലം നൽകുന്നത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് കർത്താവേ. അല്ല കർത്താവേ, ഞാൻ മാർവോട് അണയ്ക്കുമേ, മനക്ലേശം തീർക്കുമേ. മാർവോട് അണയ്ക്കുമേ, മനക്ലേശം തീർക്കുമേ. ഒരു അമ്മ സ്നേഹിക്കുമ്പോൾ എന്നേശു സ്നേഹിക്കുന്നു. ഒരു അമ്മ സ്നേഹിക്കുമ്പോൾ എന്നേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം പിടിച്ച് നടത്തുന്നു, കൽമലമേൽ ഏറ്റുന്നു. കരം പിടിച്ച് നടത്തുന്നു, കൽമലമേൽ ഏറ്റുന്നു. ഒരു അമ്മ സ്നേഹിക്കുമ്പോൾ എന്നേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പദം ഒന്ന് ചേർന്ന് പാടാമോ? ഞാൻ രാവിലെ പാടുന്നതല്ല, നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ തന്നെ പാടാൻ എനിക്ക് കഴിവില്ല. പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ അകത്ത് ദൈവാത്മാവ് ആഴമായിട്ട് ഈ പാട്ടിന്റെ അടികൾ എന്നെ സ്പർശിക്കുന്നു. ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ല പാടുന്നത്, ആരുടെയോ അകത്ത് തേങ്ങുന്ന തേങ്ങലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എടുത്തു മാറ്റുകയാണ്. നിനക്ക് വേണ്ടി നിന്നെ കരം പിടിച്ച് നടത്തുവാൻ കരുതുന്ന ഒരുവനുണ്ട് കേട്ടോ. മാർവോട് അണയ്ക്കുമേ, മനക്ലേശം തീർക്കുമേ. മാർവോട് അണയ്ക്കുമേ, മനക്ലേശം തീർക്കുമേ. ഒരു അമ്മ സ്നേഹിക്കുമ്പോൾ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ അടുത്ത പദം ഒന്നും കൂടെ പാടുന്നു. കരം പിടിച്ച് നടത്തുന്നു, കൽമലമേൽ ഏറ്റുന്നു. കരം പിടിച്ച് നടത്തുന്നു, കൽമലമേൽ ഏറ്റുന്നു. അതെ, കരം പിടിച്ച് നടത്തും, കരം പിടിച്ച് നടത്തും, കരം പിടിച്ച് നടത്തും, കരം പിടിച്ച് നടത്തും. ഞാനും എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളൊക്കെ വലിയ വേദന കൂടെ കടന്നു പോയിട്ടുണ്ട്. വ്യക്തികൾ ഞാൻ വിചാരിച്ചതിനപ്പുറമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിനാൽ ഞാൻ ചെറുപ്രായത്തിൽ ബന്ധങ്ങളുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല, ബന്ധങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഞങ്ങൾ ജീവിക്കുന്ന സഭകളാണ്. അപ്പോൾ ഈ സഭയിൽ ജീവിക്കുമ്പം സഭയ്ക്കകത്ത് വരുന്നവർക്കൊന്നും അങ്ങനെ എല്ലാവരുടെ കാര്യം, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, പണ്ടത്തെ കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് പറയുകയാണ്. ഇവർക്കെല്ലാം ഒന്നും അത്ര വലിയൊരു ബന്ധത്തിലൊന്നും അല്ല ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന കുറേ വേദനയുണ്ട്. നമ്മുടെ സ്വന്തത്തേക്കാൾ നമ്മൾ സ്നേഹിച്ചവർ നമുക്ക് വിരോധമായിട്ട് സംസാരിക്കുകയോ മനസ്സിലാക്കാതെ ഇടപെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കര വേദനയുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്, എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, കണ്ടമാനം പെടഞ്ഞിട്ടുണ്ട്. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ആ സമയങ്ങളിലൊന്നും ഒരു പ്രവാചകനും എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചിട്ടുമില്ല. എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ പാട്ടുകൾ, ഒരു പാട്ടിന്റെ ഒരു വരിയാണ് ഞാൻ പാടിയത്. കരം പിടിച്ച് നടത്തുന്നു, കൽമലമേൽ ഏറ്റുന്നു. കരം പിടിച്ച്, നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരുവനുണ്ട്. പാട്ടുകാരൻ അങ്ങനെ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് പറയുന്നത് നിന്നെ നടത്തുന്ന ഒരു അഭിഷേകമുണ്ട്. ഓ റബാന ശസ്കനാദിനാഥന അംദർകടകദന, നിന്നെ നടത്തുന്ന ഒരു അഭിഷേകമുണ്ട്. ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നിന്നെ സ്നേഹിച്ച്, ഒരമ്മയ്ക്കും സ്നേഹിക്കാൻ കഴിയാത്ത പോലെ നിന്നെ സ്നേഹിച്ച്, നിന്നെ ദിവസവും കൽമലകളുടെ മുകളിലൂടെ നിന്നെ നടത്തുവാൻ കരുതുന്ന ഒരുവനുണ്ട് കേട്ടോ. നിന്റെ ദുഃഖങ്ങൾ ആനന്ദമായി മാറും. നിന്റെ വിഷണ്ണ മനസ്സ് അലങ്കാരമാലയായി മാറും. നിന്റെ ഭവനം ശൂന്യതകളെ പണിയുന്ന ഭവനമായി മാറും. ഞാൻ അത് പറയാൻ വേണ്ടി വന്നത്, പക്ഷെ എന്തോ പെട്ടെന്ന് എൻ്റെ അകത്ത് ദൈവാത്മാവിന്റെ സ്പർശനം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരികെയായിരുന്നു. ഒരു മിനിറ്റ് മൈക്കിലെല്ലാം അൺമ്യൂട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ തൊടുന്ന ഒരു കരം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു കേട്ടോ. അങ്ങനെ തൊടുന്ന ഒരു കരം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു കേട്ടോ. എനിക്ക് ആരുമില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെ തകരും, എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കും, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല, ആർക്കും എന്നെ വിടുവിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ അനുഭവിക്കുന്നത് നിമിത്തം വേദനകളും പരാതികളും നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന്റെ ഉടമസ്ഥരെ ഇന്ന് രാവിലെ അഭിഷേകം തൊടുന്നു, ഇന്ന് രാവിലെ അഭിഷേകം തൊടുന്നു. ഷാബാനാബാന, നിന്റെ ദുഃഖത്തെ തൊടാൻ കഴിയുന്നത് അഭിഷേകത്തിന് മാത്രമാണ്. നീ വ്യക്തികളിലേക്ക് ആശ്രയിച്ചതല്ലേ പ്രശ്നം. ഷാബാനാബാന ശബം ദരാബിനാബന പ്രൗഢവനഘടകദനം നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ പണിയുവാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വെച്ചത് വ്യക്തികളെ അല്ല, ദൈവം വെച്ചത് അഭിഷേകത്തെയാണ്. നീ അത് കണ്ടില്ല, അതാ പ്രശ്നമുണ്ടായത്. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വെച്ചത് അഭിഷേകമാണ്. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വെച്ചത് ആത്മനിറവാണ്. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ പണിയാൻ ദൈവം വെച്ച ടൂൾ അഭിഷേകമാണ്. ദൈവം വെച്ച ടൂൾ ഇന്ന് രാവിലെ കാണട്ടെ. ദൈവം വെച്ച ടൂൾ ഇന്ന് രാവിലെ ഈ 74 ഡിവൈസുകൾ ഇരിക്കുന്നവർ കാണട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ജനമത് കാണട്ടെ, ഇന്ന് രാവിലെ ജനമത് അറിയട്ടെ. ആ ടൂൾ ഉപയോഗിക്കട്ടെ.
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സാധാരണ രാവിലെ വീഡിയോ ഓൺ ചെയ്യാറില്ല. ഞാൻ ഷർട്ടിട്ടിട്ടല്ല, രാവിലെ ബനിയനിട്ടിരിക്കുന്നുണ്ട്. അത് കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഓൺ ചെയ്യാത്തത്. പക്ഷേ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടി പറയുന്നത്, ഞാൻ ഈ മൈക്കിലൂടെ സംസാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങളിത് ക്വാളിറ്റിയിൽ കേൾക്കുന്നത്. കേൾക്കണം കേട്ടോ. ഇപ്പം ഞാൻ മൈക്ക് ഓഫ് ചെയ്താൽ പറഞ്ഞത് നിങ്ങൾ ആരും കേട്ടില്ല. അപ്പോൾ ഈ സൗണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രഥമമായിട്ട് വെച്ചിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ മൈക്കിൻ്റെ ഇവിടെയുള്ള ഈ ഇനി രണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോകട്ടോ. ഞാൻ പറഞ്ഞ കേൾക്കില്ല കേട്ടോ. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പം ഇതുപോലെ നിങ്ങളെ ദൈവം ദൈവിക ലക്ഷ്യത്തിലേക്ക് നടത്തുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നിങ്ങളെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദുഃഖങ്ങളുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ചില പറഞ്ഞ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും പ്രശ്നം. ഉണ്ടാകും. ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളൊരു ദുഃഖം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്താണ്? ഒന്ന് ആ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തോ മൂലമാണോ അതിന് മറുപടി ഇപ്പോൾ വെളിപ്പെടണം. ഒന്ന്, നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയത്തിന്റെ പരിഹാരം ഇപ്പൊ നടക്കണം. രണ്ട്, ആരെങ്കിലും നിങ്ങളെ ആശ്വസിപ്പിക്കണം. പാസ്റ്ററോ ദൈവദാസന്മാരോ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടണം. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുവാൻ ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് എന്താണ്? പറഞ്ഞോ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ഒരാള് പറഞ്ഞു, നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകലതിനെയും അതിജീവിക്കുവാൻ നിങ്ങളുടെ മേൽ ദൈവം ഒരു ടൂള് വെച്ചിട്ടുണ്ട്. അത് അഭിഷേകമാണ്. താങ്ക് യു ഗ്രാമ സിസ്റ്ററെ. അപ്പോൾ ആ അഭിഷേകത്തിന്റെ സ്വിച്ച്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ അഭിഷേകത്തിന് സ്വിച്ച് ഒന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ഓഫ്. അപ്പൊ അഭിഷേകം നിങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ മുകളിൽ കയറി നിൽക്കാനാണ്. അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിന് വിധേയപ്പെടുന്നില്ലെങ്കിലോ, നിങ്ങൾ ദുഃഖത്തിനകത്ത് പെട്ട് ദുഃഖിപ്പിച്ചവരെ ഓർത്ത് ദുഃഖങ്ങളുടെ പരിഹാരത്തിന് കാതോർത്തിരുന്ന് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പരിജ്ഞാനമില്ലാതെ നശിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ധൈര്യത്തോടെ പറയണം. എനിക്കൊരു സന്തോഷം. ഞാൻ ഈ രാവിലെയുള്ള പ്രാർത്ഥന ഞാൻ സാധാരണ കുറേ കാലം കയറിയിട്ടില്ല. അപ്പോൾ ദൈവം എന്നെ രാവിലെ സ്വപ്നം കാണിക്കുകയാണ്. അന്ന് 10 പേര് 15 പേരാണ് രാവിലെ കയറുന്നത്. ഉച്ചയ്ക്കും പകലും ആൾ കയറും. അപ്പോൾ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. ഇതിനകത്ത് 70 പേര് കയറും പ്രാർത്ഥിക്കാൻ. നീ രാവിലെ സൂമിൽ കയറി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് ഞാനിവിടെ എപ്പോഴും 2 ഡിവൈസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ബൈബിൾ പരിഭാഷ വന്നാൽ ഇടാനായിട്ട് ഇവിടെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 74 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 72ആയി. അപ്പോൾ ഒരു ഡിവൈസ് കൂടുതലാണ്. അപ്പോൾ 71 പേര് ഇപ്പോഴുണ്ട്. ഇത് ദൈവം എന്നെ കാണിച്ച സ്വപ്നമാണ്. പല സമയത്ത് ആവാറുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ സ്വപ്നത്തിൽ കണ്ടവരെല്ലാവരും കൂടെ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. എന്നെ ദൈവം ഒരു സ്വപ്നം കാണിച്ചാൽ ആ സ്വപ്നം ദൈവം നിവർത്തിക്കാതിരുന്നിട്ടില്ല. ദൈവം അത് നിവർത്തിക്കും. ദൈവം അത് നിവർത്തിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ അടുത്ത 2-3 മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ പരിഹാരം ദൈവം അഭിഷേകത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. ആരോടെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളോടോ നിങ്ങളെ സംസാരിച്ചവരോടൊക്കെ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ പ്രശ്നത്തെ അതിജീവിപ്പിക്കുന്നത് അഭിഷേകമാണ് എന്ന ഒരു ബോധ്യത്തോടെ നമുക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് പേരാകും. നിങ്ങൾക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് പേരാകും.
അടുത്ത ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കണ്ടോ ഇവിടെ അവൻ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദവയലും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാനം കൊടുക്കാൻ എന്നെ അയച്ചിരിക്കുന്നത്. ഇങ്ങനെ വായിച്ചു വിടുമ്പോഴൊക്കെ സുഖമാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിനകത്ത് ഹെവിനെസ് വരും. ആ ഹെവിനെസ്സിന് അതാണ് ഈ വിഷണ്ണ മനസ്സെന്ന് പറയുന്നത്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാണ്. വിഷണ്ണ മനസ്സ് പൊട്ടുമ്പോൾ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോളാം കേട്ടോ. അത് വെച്ചോണ്ടിരിക്കരുത്. അവൻ എന്നെ അയച്ചിരിക്കുന്നു, അവൻ മഹത്വീകരിക്കപ്പെടുന്നവന്, അവൻ എന്നെ അയച്ചിരിക്കുന്നു, അവൻ മഹത്വീകരിക്കപ്പെടുന്നവന് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്ന് പേരാകും. അവൻ മഹത്വീകരിക്കപ്പെടുന്നവന്, അവൻ എന്നെ അയച്ചിരിക്കുന്നു, അവൻ മഹത്വീകരിക്കപ്പെടുന്നവന്. ഇവിടെ കുറെ അവനെ കാണാം. അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആരാണ് അവൻ എന്നെ അയച്ചിരിക്കുന്നത്? ഈ അവൻ ആരാണ്? എന്നെ ആരാണ്? ഒന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞേ. പോയി, എല്ലാവരും പോയോ? 75 പേരും പോയോ? വേമ്പറ, സമയം പോന്നു. ആരാണ് അവൻ? ആരാണ് ഞാൻ? യെശയ്യാവ് 61 യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട പ്രവചന നിവൃത്തിയല്ലേ? കർത്താവേ, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? അയ്യോ, സോറി. ഇനി തുറന്ന് പറഞ്ഞേ. സോറി, ഞാൻ ആ പാട്ട് പാടിയപ്പം നിങ്ങള് മൈക്ക് തുറന്ന് പാടിക്കഴിഞ്ഞാൽ ക്ലാഷ് ആകാതിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്ത് വെച്ചതാ. അപ്പൊ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആരെ അയച്ചിരിക്കുന്നു? പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു. എന്നിട്ട് ഇനി അടുത്ത വാക്കോട് നമ്മൾ നോക്കുകയാണ്. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് പേരാകും. ആര് മഹത്വീകരിക്കപ്പെടേണ്ടവന്? പിതാവ് ദൈവം എന്നെ അയച്ചിരിക്കുന്നു നിങ്ങൾക്ക് മാറ്റം വരുത്താൻ. ഇത്രയും ഞാൻ പറഞ്ഞ ഭാഗത്ത് സംക്ഷിപ്തമായി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ മഹത്വീകരിക്കപ്പെടും. എപ്പോൾ? കർത്താവേ ഒന്നും കൂടെ ക്ലിയർ ആക്കണേ. പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവൻ മഹത്വീകരിക്കപ്പെടേണ്ടവന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് പേരാകും. ആര് മഹത്വീകരിക്കപ്പെടാൻ? യേശുക്രിസ്തുവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ ആര് മഹത്വീകരിക്കും? എന്നെ അയച്ചതാരാ? പിതാവ് പുത്രനെ അയച്ചതാരാണ്? പിതാവാണ്. അപ്പൊ പിതാവ് പുത്രനെ അയച്ചു. പുത്രനിലൂടെ ഈ പ്രവൃത്തി നടക്കുമ്പോൾ മഹത്വം കിട്ടുന്നത് ആർക്കാണ്? അപ്പൊ പിന്നെ നിങ്ങൾ എന്താ പുത്രൻ എന്ന് പറഞ്ഞിരുന്നേ? അപ്പൊ അവൻ എന്നെ അയച്ചിരിക്കുന്നു, അവൻ മഹത്വീകരിക്കപ്പെടുന്നവന്. ആര് മഹത്വീകരിക്കപ്പെടുന്നവന്? പിതാവ് മഹത്വീകരിക്കപ്പെടുന്നവന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് പേരാകും. ഓ ശബനഘടകദിനം. അപ്പൊ നമ്മൾ നീതിവൃക്ഷങ്ങളായി മാറുമ്പോഴാണ് പിതാവിന് മഹത്വം കിട്ടുന്നത്. അപ്പോഴാണ് പുത്രന്റെ വരവന്റെ ലക്ഷ്യം നിവൃത്തിയാകുന്നത്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തതിന് ആമേൻ പറഞ്ഞു. അപ്പോഴാണ് പുത്രന്റെ പ്രയത്നഫലം നിവൃത്തിയാകുന്നത്. ഓ, നമ്മൾ നേരത്തെ വായിച്ചോ? യെശയ്യാവ് 53:10 വായിച്ചില്ലേ? യെശയ്യാവ് 53:10 എന്താ പറഞ്ഞത്? 11 വായിക്കുന്ന പറഞ്ഞു, അവൻ തന്റെ അപ്പൊ ഈ പ്രയത്നഫലം ആരാണ് പ്രയത്നിച്ചത്? ആരാണ് പ്രയത്നം ചെയ്തത്? യേശുക്രിസ്തു. അയച്ചവരാണ് പിതാവ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. കണ്ടോ? നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്റെ ദാസൻ ആരാണ്? യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. അവന്റെ പ്രയത്നഫലത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ഇനി പിതാവ് എന്നെ അയച്ചതിനാൽ പിതാവിന്റെ പദ്ധതിയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. നിങ്ങളുണ്ട്. അപ്പൊ പിതാവിന്റെ ലക്ഷ്യം എന്താ? പുത്രന്റെ ലക്ഷ്യം എന്താ? ഇരുവരെ ലക്ഷ്യം നമ്മെ നീതീകരിക്കുക എന്നുള്ളതാണ്, നമ്മളെ നീതിമാന്മാരാക്കുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നെങ്കിൽ രാമ്യം പറയണം കേട്ടോ. മനസ്സിലാകുന്നെങ്കിൽ രാമ്യം പറയണം കേട്ടോ. ഇനി അടുത്ത വാക്യം വായിച്ച് പ്രാർത്ഥിച്ചോ. അടുത്ത വാക്യം എന്താണ് വായിച്ചത്? 4 വാക്യം ഒരാൾ വായിച്ച്. ഞാൻ എല്ലാവരും കൂടെ വായിച്ചു. ഒരാളൊന്ന് വായിച്ച് 4 വാക്യം. ഒരാളൊന്ന് വായിക്കാൻ മുട്ടിയത് വായിച്ച്.
അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. ആര്? നീതിവൃക്ഷങ്ങൾ നമ്മളാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എന്റെ ദാസൻ പലരെയും തന്റെ പരിജ്ഞാനത്താൽ നീതിമാന്മാരാക്കും. യെശയ്യാവ് 53:9-10. എന്നെ അയച്ചതിനാൽ അവന് മഹത്വം കിട്ടും. പിതാവ് പുത്രൻ പറയാ, എന്നെ അയച്ചതിനാൽ പിതാവിന് മഹത്വം കിട്ടും. എപ്പോൾ? ഞാൻ നീതിവൃക്ഷമാകുമ്പോൾ. അപ്പൊ ഞാൻ നീതിവൃക്ഷമാകുന്നില്ലെങ്കിൽ ആർക്കും മഹത്വം കിട്ടുന്നില്ല, ദൈവത്തിന് മഹത്വം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ നീതി ആകുന്നില്ലെങ്കിൽ പിതാവിനും പുത്രനും എന്ത് കിട്ടുന്നില്ല? പറ, ധൈര്യത്തോടെ പറ. മഹത്വം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ നീതിമാന്മാരാകുമ്പോഴാണ്, നീതിയാകുമ്പോഴാണ് രണ്ടുപേർക്കും മഹത്വം കിട്ടുന്നത്. ആ മഹത്വത്തിലേക്ക് നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവിക ട്രിയൂണിറ്റിയിലെ 3 പേർക്കും മഹത്വം കിട്ടുന്നത് നാം നീതിവൃക്ഷങ്ങളാകുമ്പോഴാണ്, നാം നീതിമാന്മാരാകുമ്പോഴാണ്. എന്നിട്ട് പറയുകയാണ്, അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. ഈ 4-ാം വാക്യം എല്ലാവരും കൂടെ ചേർത്ത് വായിച്ച് 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. 4-ാം വാക്യം മൈക്ക് അൺമ്യൂട്ട് എല്ലാവരും കൂടെ ചേർത്ത് വായിച്ച്, അവർ പുരാതന ശൂന്യങ്ങളെ പണിയും, നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കും. അപ്പന്മാരുടെ കാലഘട്ടം മുതൽ നിർജ്ജനമായി കിടന്ന സ്ഥലങ്ങളെ അവർ നന്നാക്കും. തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളുടെ കേടുപോക്കും. നീതിമാനൊരു ലക്ഷ്യമുണ്ട് കേട്ടോ, നീതിമാനൊരു ലക്ഷ്യമുണ്ട്, നീതിമാനൊരു ലക്ഷ്യമുണ്ട്. ആറാ ജകാലകത്തുര ധനപ്രൗഷമന അന്തൽക്കടകതന. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നില്ല, പക്ഷെ ഇവിടെ നിർത്തിയേ പറ്റുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നമ്മളെ പണിയാൻ കർത്താവ് വന്നു, എന്നിട്ട് നമ്മളെ പണിക്കാരാക്കി മാറ്റി. ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. ആരാ? ഞാൻ എന്ന് പറയാൻ പറ്റി പറയണം കേട്ടോ. ഞാൻ പുരാതന ശൂന്യങ്ങളെ പണിയും. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്ത പാപങ്ങളാൽ നിർജ്ജനമായി പോയ സ്ഥലങ്ങളെ ഞങ്ങൾ നന്നാക്കും. തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളുടെ കേടുകൾ ഞങ്ങൾ പൂക്കും. ഞങ്ങൾ ദൈവത്തിന്റെ പണിശാലയ്ക്കകത്ത് പണിയപ്പെട്ട് ഞങ്ങൾ അടുത്ത തലമുറയെ പണിപെടുക്കുന്നവരായി മാറും. ഇനി താഴേക്ക് ഞാനിപ്പോൾ വായിക്കുന്നില്ല. നമുക്ക് നാളെ ആ ഭാഗങ്ങൾ നാളെ നമുക്ക് കർത്താവിന്റെ മേശയുണ്ട് കേട്ടോ. നാളെ കർത്താവിന്റെ മേശയുണ്ട്. അതുകൊണ്ട് നാളെ ഈ ഭാഗം എടുക്കുന്നില്ല. ശനിയാഴ്ച നമുക്ക് ഈ ഭാഗം എടുക്കാം. 1 മിനിറ്റ് പ്രാർത്ഥിക്കും. നിങ്ങൾ ദൈവത്താൽ പണിയുന്ന പണിക്കാരായി മാറാൻ പോവുകയാണ്. നിങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയും. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നതുകൊണ്ട് മക്കളുടെ പല്ല് പുളിക്കാൻ പാടില്ല. പുളിപ്പിനെ എടുത്തു മാറ്റി നിങ്ങൾ ഇപ്പോൾ ദൈവാത്മ സ്വതന്ത്രമാക്കാൻ. ഇവിടെയാണ് നിങ്ങളുടെ ഭവനത്തിന് മേലുള്ള പ്രാർത്ഥന വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകലത്തിൽ നിന്നും പണിയുന്നവന്റെ കരമിറങ്ങി വരും, പണിയുന്നവന്റെ കരമിറങ്ങി വരും. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ 73 പേര് കൂടെ ചേർന്ന് 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭവനങ്ങൾ, തലമുറകൾ, കുടുംബങ്ങൾ, മക്കൾ, ബിസിനസ്, നിങ്ങളുടെ ചുറ്റുമുള്ള സകല കാര്യങ്ങൾക്ക് വേണ്ടി 1 മിനിറ്റ് വരെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പണിയുന്നവന്റെ കരമിറങ്ങി വരാനായി പ്രാർത്ഥിക്കുന്നു. 1 മിനിറ്റ് വരെ എല്ലാ മൈക്കോൺ വിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെയാണ് കുടുംബങ്ങളെ നമ്മൾ തൊടുന്നത്. ഞങ്ങൾ പണിയും, ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ പണിയും, ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾ പണിയും, ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങൾ പണിയും. കാരണം ഞങ്ങൾ നീതിമാന്മാരാണ്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഇത് ഞങ്ങളുടെ റിസോഴ്സസ് ആണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുമ്പിൽ കെട്ടപ്പെട്ടിരിക്കുന്ന കെട്ടുകൾ അഴിയും. ശബൽക്കട അന്യായമായ ബന്ധനങ്ങൾ അഴിയും. അഭിഷേകം മുഖങ്ങളെ തകർക്കും. അഭിഷേകം വാതിലുകളെ തുറക്കും. അഭിഷേകം സ്പിരിച്വൽ വിലങ്ങളെ തുറക്കും. ഷാബാന ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. നിങ്ങൾ യഹോവയുടെ പുരോഹിതന്മാരാകും. നിങ്ങൾ യഹോവയുടെ പുരോഹിതന്മാരായി മാറും. നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി മാറും. നിങ്ങൾ ജനതകളുടെ സമ്പത്ത് അനുഭവിക്കും. നിങ്ങൾ മഹത്വത്തിന്റെ അവകാശികളായി മാറും. സ്പർശിക്കട്ടെ. ഇവരകത്തുനിന്ന് കയറട്ടെ. ഇവരകത്തുനിന്ന് പ്രകാശിതമാകട്ടെ. ഇതിന്റെ ശക്തി തുറക്കട്ടെ. ഇതിന്റെ ജീവൻ വെളിപ്പെടട്ടെ. ഇതുവരകത്ത് ശക്തിയായി വെളിപ്പെടട്ടെ. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന്റെ അവകാശികളായി തീരും. നിങ്ങൾ മഹത്വത്തിന്റെ അവകാശികളായി തീരും. നിങ്ങൾ പുരോഹിതന്മാരായി തീരും. നിങ്ങൾ ശുശ്രൂഷകന്മാരായി തീരും. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. ഷാബാര നിങ്ങൾ ഇനി തകർന്നു കിടക്കുന്നവരല്ല. നിങ്ങൾ ഇനി ദുഃഖത്തിൽ കിടക്കുന്നവരല്ല. നിങ്ങൾ ഇനി വിഷണ്ണ മനസ്സ് അനുഭവിക്കുന്നവരല്ല. നിങ്ങളുടെ ഹൃദയം ഇനി മുറിഞ്ഞു കിടക്കുന്നവരല്ല. ഷാബാര നിന്റെ കുടുംബം ഇനി
ഇനി പിശാച് ഉഴുതുമറിക്കുന്ന സ്ഥലമല്ല. ഷാബന നിന്റെ മനസ്സ് ഇനി കുളം തോണ്ടി കിടക്കുന്ന സ്ഥലമല്ല. ഷാബല ഹത്തൽ കടകമന നിങ്ങൾ യഹോവയുടെ പുരോഹിതന്മാരാകും. നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ മഹത്വത്തിന്റെ അവകാശികളാകും. ഇപ്പോൾ ഈ രാവിലെ ഞാൻ അവനെ റിലീസ് ചെയ്യുകയാണ്. ഈ രാവിലെ ഞാൻ അവനെ റിലീസ് ചെയ്യുകയാണ്. ഒറ്റ വാക്യം നിങ്ങൾ വായിച്ചോ, ഞാൻ ഇനി പറയുന്നില്ല. ഈ വാക്യം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു കേട്ടോ. എല്ലാവരുമായി കൺമ്യൂട്ട് ചെയ്ത് വായിക്കാവുന്ന വായിച്ചു. ഈ നിങ്ങളോ എന്ന് പറയുന്നത് ഞാനെന്ന് പറയാം കേട്ടോ. ഞാൻ യഹോവയുടെ പുരോഹിതനെന്ന് വിളിക്കപ്പെടും. എനിക്ക് പേരാകും. നിങ്ങൾ ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്. നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ മഹത്വത്തിന്റെ അവകാശികളായിത്തീരും. ദൈവത്തിന്റെ ഡോറുകൾ നിങ്ങളുടെ മേൽ തുറന്നു വരും. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഞാൻ ഇന്നലെ ആരോടെ പറഞ്ഞു, ഞാനിത് ആരോടെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ വചനം. എൻ്റെ ജയത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ജയത്തിന്റെ അടിസ്ഥാനം, എനിക്കൊരു വചനം തുറന്നു കിട്ടിയാൽ നല്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഏതാ? ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്തുവാ? എനിക്ക് നല്ല ചമ്മന്തി കൂട്ടി എന്താ പറയുക, പഴങ്കഞ്ഞി കിട്ടിയാൽ കഞ്ഞി കിട്ടിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിനേക്കാൾ ടേസ്റ്റാണ് എനിക്ക് വചനം കിട്ടിക്കഴിഞ്ഞാൽ. നിങ്ങളോ ഞാനോ യഹോവയുടെ പുരോഹിതനെന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. അപ്പൊ ഞാൻ ആരായിരുന്നു? അവിടെ വിഷയം. ഞാൻ ആരായിരുന്നു? ഞാൻ ഹൃദയം തകർന്ന് ദുഃഖത്തിനകത്ത് ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടവനായി, എൻ്റെ കാര്യം പറയാം, അവിടെയും ഇവിടെയും ബസ് സ്റ്റാൻഡുകളിൽ അലഞ്ഞ് അസഭ്യങ്ങൾ പറഞ്ഞ് ലക്ഷ്യം ഇല്ലാതെ സാമ്പത്തിക നന്മയ്ക്ക് പുറകെ ദ്രവ്യാഗ്രഹിയായി ഓടിയ കാലഘട്ടത്തിൽ സിനിമാ കോട്ടകൾ ഒന്നു മാറി കയറി ജീവിതം ലക്ഷ്യമില്ലാതെ അലഞ്ഞിരുന്ന എന്നെ ദൈവത്തിൻ്റെ പുരോഹിതനാക്കി മാറ്റി. ഒറ്റ കാര്യം, പിതാവ് തൻ്റെ പുത്രനെ അയച്ചു. പുത്രൻ തൻ്റെ പ്രയത്നഫലത്താൽ എന്നെ നീതീകരിച്ചു. നിങ്ങളുടെ മേൽ വെളിപ്പെട്ട നീതിയാണ് നിങ്ങളെ ശുശ്രൂഷകന്മാരാക്കിയത്. ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി അല്ലാതെ എന്താ പറയുക? ഞാൻ നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കരയാത്തത്. ഞാൻ കരഞ്ഞു പോകും. ഒരാവശ്യം ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ കരയുമെന്ന് പറയുന്നത്. ഒരു വാക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ അകത്ത് ദൈവാത്മാവും തരുന്ന സ്പർശനത്തെ നിങ്ങൾ അടച്ചു വെക്കേണ്ട കേട്ടോ. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദൈവം നിങ്ങളെ സ്പർശിക്കുന്നത്. ദുഃഖത്തിന്റെ അകത്തേക്ക് വലിച്ചെറിയപ്പെട്ട് വിഷണ്ണ മനസ്സിനകത്ത് തകർന്ന് തടവിനകത്തും ബന്ധനത്തിനകത്തും കുരുട്ട് കണ്ണുകളുടെ അകത്തും ഏതോ കുറെ മതപരമായ പഠനങ്ങളുടെ അകത്ത് കിടന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് എങ്ങോടോ ഒഴുകിക്കൊണ്ടിരുന്ന എന്നെ ക്രൂശിന്റെ വചനം കടന്നു പിടിച്ചു. നീതിയുടെ വചനം കടന്നു പിടിച്ചു. എന്നെ ആ വചനം പണിയാൻ തുടങ്ങി. കുരിശൊഴിവാക്കാനല്ല, രാവിലെ പറ, എന്നെ ഏൽപ്പിച്ച ദൗത്യം എടുത്തുകൊണ്ട് ഞാൻ അവന്റെ പൂർവ്വയിലേക്ക് യാത്ര ചെയ്യും. ദുഃഖങ്ങൾ ഒഴിവാക്കാനല്ല, ലക്ഷ്യങ്ങളിൽ ഒളിച്ചോടാനല്ല. ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം വിടക്കം തണ്ടിയാലും, ആരെല്ലാം എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ച ലക്ഷ്യത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യും. പരിശുദ്ധാത്മാവ് ചിലരകത്ത് ഭയങ്കരമായ സ്പർശനം ഇന്ന് രാവിലെ ചെയ്യുന്നു. പല മുറിവുകളും ഇന്ന് രാവിലെ കെട്ടുന്നു.
യേശുവിനെ അനുഗമിക്കൂ ഞാൻ ആദ്യം വരെ കുരിശെടുത്ത്. 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 യേശുവിനെ അനുഗമിക്കൂ ഞാൻ ആദ്യം വരെ. ആമേൻ ആമേൻ ആമേൻ. ചിലരെ ദൈവാത്മാവ് ഇന്ന് രാവിലെ ആഴമായി സ്പർശിക്കുന്നു. സിസ്റ്റർ അനിത ഷാജി പ്രാർത്ഥിച്ചോ. പ്രത്യേകമായ ഒരു ദൈവിക ഇടപെടൽ ഇന്ന് രാവിലെ നിന്റെ മേൽ ദൈവാത്മാവ് ചെയ്യുന്നു. സിസ്റ്റർ മിനി മരിയാം, പരിശുദ്ധാത്മാവ് നിന്റെ മേലൊരു പ്രത്യേക ദൈവ പ്രവൃത്തി ഇന്ന് രാവിലെ ചെയ്യുന്നു. പ്രിയ സിസ്റ്റർ സജിനി, ദൈവാത്മാവ് നിന്നെ പ്രത്യേകമായ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു ദൈവിക ചലനം നിന്റെ മേൽ തുറക്കുന്നു. ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ദൈവാത്മാവ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുഭ ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണു ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാഭാന റഗട്ടസ്കനാദിന ഷസ്കനാദിനാദന പ്രൗഷഭന ഘടകദിന. സിസ്റ്റർ ലിറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സ്നേഹ ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജെമിനി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാദൽ ഘടകദന അടകഷസ്കന റവന്തലാദിന. സിസ്റ്റർ ഡയാന ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ വിമല ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില മേൽ ദൈവാത്മാവ് അങ്ങനെ ഒരു വ്യത്യസ്ത സ്പർശനം ഇന്ന് രാവിലെ തുറക്കുന്നു. വ്യത്യസ്ത സ്പർശനം ദൈവാത്മാവ് തുറക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളെ തൊട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ പണിതുകൊണ്ടിരുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്ന് ഞങ്ങളെ ആത്മാവിൽ അങ്ങ് ജീവിപ്പിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. വാക്കുകൾക്കപ്പുറം വ്യക്തികൾക്ക് വാക്കുകൾക്കപ്പുറം വാക്കുകളിലൂടെ വെളിപ്പെടുന്ന കർത്താവ് ആശ്വാസത്തിനപ്പുറം പരിശുദ്ധാത്മാവ് തൊട്ട് ഈ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും പണിയുകയും ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിഷാബിജുവിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ. ഞങ്ങളുടെ തലമുറകളെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്പർശിക്കണമേ, എല്ലാവരും പണിയണമേ, എല്ലാവരും ഉറപ്പിക്കണമേ, എല്ലാവരും കർത്താവ് നടത്തണമേ. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാവിലെ 11 മണിക്ക് നമ്മുടെ തോമസ് ബാബു ബ്രദറിന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥനയുണ്ട്. ഞാൻ പ്രസംഗ സമയമാകുമ്പോൾ, പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ മൊബൈലിനകത്ത് സൂം ഓൺ ചെയ്ത് വെക്കാം. ഓഡിയോ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കുവാനുള്ള സാവകാശം ഉണ്ടാക്കാം. ചിലപ്പോൾ ഒരു 11 മണി കഴിയുമ്പോൾ സൂം ഓൺ ആയിരിക്കും. പക്ഷേ തൃശ്ശൂരുള്ള ആരും സൂമിനകത്ത് കയറിയിരിക്കരുത്. നമ്മുടെ ഒരു ഭവനത്തിൽ പ്രാർത്ഥന നടക്കുമ്പോൾ എല്ലാവരും ആ ഭവനത്തിൽ കഴിയുന്നവരെല്ലാം ആ ഭവനത്തിൽ വരണം എന്നോർപ്പിക്കുന്നു. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലെന്ന് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയം കൊണ്ടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും ഷലോം. Shalom.